ഇനി നമ്മൾ പോകുന്നത് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വലിയ വെള്ളക്കെട്ടിന് ഇടവച്ചത് എങ്ങനെയാണ്, എത്ര കണ്ട് വലിയ ശക്തമായ മഴയാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയെന്നതാണ്. ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട ഇടങ്ങളാണ് നമ്മൾ സ്പോട്ട് ചെയ്യുന്നത്. ഒന്ന് പമ്പ ബേസിൻ, അത് നേരത്തെ നമ്മൾ കണ്ട ആറന്മുളയും റാന്നി അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ വെള്ളക്കെട്ടിന് ഇടയാക്കിയ, ഇപ്പോൾ അപ്പർ കുട്ടനാട് മേഖലയിൽ വലിയ വെള്ളക്കെട്ടിന് ഇടയാക്കുന്ന പമ്പ ബേസിനിൽ എന്താണ് സംഭവിച്ചത്, അവിടെ എത്ര കണ്ട് വലിയ മഴയാണ് അനുഭവപ്പെട്ടത്. മറ്റൊന്ന് മീനച്ചിൽ റിവർ ബേസിനാണ്. പാലയിലും കോട്ടയത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലും അടക്കം വലിയ വെള്ളക്കെട്ടിന് ഇടയാക്കി, ഈരാറ്റുപേട്ടയിലുമൊക്കെ വലിയ വെള്ളക്കെട്ടിന് ഇടയാക്കിയ മീനച്ചിൽ റിവർ ബേസിലും എത്ര കണ്ട് മഴ പെയ്തു, എന്താണ് അവിടെ ഉണ്ടായ സാഹചര്യം എന്നാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. അതിലേക്ക് വരുമ്പോൾ മഴക്കണക്കിൽ പരിശോധിക്കുമ്പോൾ നമ്മൾ ആദ്യം പമ്പ റിവർ ബേസിൻ്റെ കണക്ക് പരിശോധിക്കാം. പമ്പ റിവർ ബേസിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ അവിടെ ഏകദേശം, അതായത് അവിടെ ഉണ്ടായത് ശരാശരി 250 മില്ലിമീറ്റർ മഴയാണ് അവിടെ രേഖപ്പെടുത്തിയത് എന്ന കണക്കാണ് വരുന്നത്. അതായത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്ക് പ്രകാരം പമ്പ റിവർ ബേസിനിൽ സ്ഥാപിച്ചിരിക്കുന്ന ഏകദേശം 10-ലധികം വരുന്ന മഴ മാപിനികളിൽ നിന്നും രേഖരിച്ച കണക്കിൻ്റെ ഏകദേശ ശരാശരി കണക്കെടുക്കുമ്പോൾ അത് 250 മില്ലിമീറ്റർ വരുമെന്നതാണ്. അതായത് വളരെ ഉയർന്ന അളവിലുള്ള മഴയാണ് അവിടെ പെയ്തതെന്നതാണ്. അതിൽ ഏറ്റവും ഉയർന്ന അളവിൽ മഴ പെയ്തത് വടശ്ശേരിക്കരയാണ്. വടശ്ശേരിക്കര 330 മില്ലിമീറ്ററുള്ള അധികം മഴയാണ് ആ ദിവസം രേഖപ്പെടുത്തിയത്. അതായത് 31, ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 31 രാത്രി മുതൽ ഇന്നലെ പകൽ വരെയുള്ള 24 മണിക്കൂറത്തെ ഒരു സമയക്രമം പരിശോധിക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള ഒരു മഴയളവ് നമുക്ക് ലഭ്യമാവുന്നത്. നമുക്ക് പമ്പ റിവർ ബേസിൻ തന്നെ നോക്കാം. പമ്പ റിവർ ബേസിനിലേക്ക് പോകുമ്പോൾ തന്നെ ഇതിൻ്റെ കൃത്യമായൊരു ചിത്രം നമുക്ക് വ്യക്തമാവുന്നുണ്ട്. പമ്പ റിവർ ബേസിനാണ് ഈ കാണുന്നതാണ് പമ്പ റിവർ ബേസിൻ. ഇതിൽ ശബരിമല, ആങ്ങമൂഴി, പമ്പ റിസർവോയർ, കക്കി റിസർവോയർ ഇതൊക്കെ ഉൾപ്പെട്ട് ഒടുവിൽ ആലപ്പുഴ ജില്ലയിലേക്ക് ഒഴുകിപ്പോകുന്നതാണ് പമ്പ നദിയുടെ ഒരു മേഖല. പമ്പ നദി കടന്നു പോകുന്ന അതിൻ്റെ നദീതടം എന്ന് നമുക്ക് വിളിക്കാവുന്ന പ്രദേശങ്ങൾ അതാണ്. അതിൽ 2ഓളം ഡാമുകൾ കടന്നു വരുന്നുണ്ട്. ഒപ്പം തന്നെ ചെറു പട്ടണങ്ങളൊക്കെ കടന്നാണ് ഇതൊടുവിൽ ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേ വഴി കടലിൽ പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് കടന്നു പോകുന്ന മേഖലകളിൽ അനുഭവപ്പെട്ട മഴയളവാണ് നമ്മൾ ചിത്രീകരിക്കുന്നത്. ആ മഴയളവ് സൂചിപ്പിക്കുമ്പോഴാണ് ഇത്ര ശക്തമായി 250 ശരാശരി മില്ലിമീറ്റർ അളവ്, അതായത് ഉയർന്ന തരത്തിലുള്ള അളവാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് റാന്നിയിലും ഒപ്പം തന്നെ ആറന്മുളയിലും അടക്കമുള്ള അതിശക്തമായ മഴയ്ക്കും വെള്ളക്കെട്ടിനും ഇടവെച്ചത് എന്നതാണ്. ഒരു പ്രദേശത്ത് അതിശക്തമായ മഴ പെയ്തു എന്നതാണ് സാഹചര്യം. പലപ്പോഴും നമ്മുടെ ഈ മഴ മുന്നറിയിപ്പുകൾ പോലും കൃത്യമായി ഉണ്ടായില്ല എന്ന ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. പക്ഷേ എന്തായാലും സംഭവിച്ചിരിക്കുന്നത് അതാണ് പമ്പ റിവർ ബേസിനിൽ സംഭവിച്ചിരിക്കുന്നത്. പമ്പ റിവർ ബേസിൽ സംഭവിച്ച സാഹചര്യം അതാണ്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് മീനച്ചിൽ റിവർ ബേസിനിൽ സംഭവിച്ചത് എന്ത് എന്ന കാര്യമാണ്. മീനച്ചിൽ റിവർ ബേസിൻ്റെ സാഹചര്യം പരിശോധിക്കുമ്പോൾ അവിടുത്തെ ഏകദേശം 20ഓളം വരുന്ന മഴ മാപിനികളുടെ കണക്ക് പരിശോധിച്ചപ്പോൾ കിട്ടുന്നത് 200 മില്ലിമീറ്റർ എന്ന ശരാശരി കണക്കാണ് അവിടെ നിന്നും ഉണ്ടായിരിക്കുന്നത്. മീനച്ചിൽ റിവർ ബേസിനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, മീനച്ചിൽ റിവർ ബേസ് പ്രവർത്തിൻ്റെ സാഹചര്യം ഇതാണ്. വാഗമൺ മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് ഈരാറ്റുപേട്ടയിലൂടെ പാലയിൽ വന്ന് ഏറ്റുമാനൂർ ചുറ്റി കോട്ടയത്ത് വന്ന് ഒടുവിലത് കുമരകം പ്രദേശത്ത് കായലിലേക്ക് പ്രവേശിക്കുന്നു എന്നതാണ് മീനച്ചിൽ നദിയുടെ നദീതടം, അത് കടന്നു പോകുന്ന മേഖലകളുടെ പ്രത്യേകത. ഈ മേഖലകളുടെ ആവറേജ് കണക്കെടുക്കുമ്പോഴാണ് അത് 200 മില്ലിമീറ്റർ എന്ന കണക്കിലേക്ക് വരുന്നത്. അതായത് പമ്പ റിവർ ബേസിനിൽ അനുഭവപ്പെട്ട മഴയേക്കാൾ ശരാശരി കണക്കെടുക്കുമ്പോൾ നേരിയ കുറവാണ് മീനച്ചിൽ റിവർ ബേസിനിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ സംഭവിച്ചിരിക്കുന്നതും അവിടെയും ശക്തമായ മഴ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യമുള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ കേരളത്തിൽ അനുഭവപ്പെട്ട അതിശക്തമായ മഴയും വെള്ളക്കെട്ടിനും ഇടവെച്ചതിൻ്റെ കൃത്യമായ ശാസ്ത്രീയ കാരണങ്ങൾ തന്നെയുണ്ട്. കേരളത്തിൽ ഏറ്റവും അധികം മഴ രേഖപ്പെടുത്തിയത് വടശ്ശേരിക്കരയാണ്. വടശ്ശേരിക്കരയ്ക്ക് ശേഷം പിന്നീട് മഴ രേഖപ്പെടുത്തിയിരിക്കുന്നത് വാഗമണിലാണ് എന്ന പ്രത്യേകതയുമുണ്ട്. സ്വാഭാവികമായും വാഗമണിൻ്റെ ആ പ്രതിഫലനം മീനച്ചിൽ റിവർ ബേസിനിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത്. അതായത് പമ്പയ്ക്ക് സമാനമായി ഈ രണ്ടാമത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ മഴഭാവനിയിൽ രേഖപ്പെടുത്തിയ ഇടം വാഗമണായിരുന്നു. വാഗമണിലെ ആ മഴഭാവനിയിലെ കണക്ക് ശരിവെക്കുന്നതാണ് പിന്നീട് ഇവിടെ ഉണ്ടായ വെള്ളക്കെട്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലയിലും ഈരാറ്റുപേട്ടയിലും ഒക്കെ മുമ്പ് ഒരിക്കലും കാണാത്ത രീതിയിലുള്ള വെള്ളം ഉയർന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. വാഗമൺ മേഖലകളിലൊക്കെ രേഖപ്പെടുത്തിയ വലിയ മഴ അത് പിന്നീട് ഇവിടേക്ക് ഒഴുകി മാറി എന്നതാണ് യഥാർത്ഥത്തിലുണ്ടായ വസ്തുത. അതാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു കണക്കിലേക്ക് പിന്നീട് പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. മീനച്ചിൽ റിവറിൻ്റെ സാഹചര്യവും അങ്ങനെ ഉണ്ടായതാണ്.
അതാണ് സംസ്ഥാനത്തിൻ്റെ മഴക്കണക്കിൻ്റെ പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊതുവായ സാഹചര്യം. സംസ്ഥാനത്ത് ഇങ്ങനെ ശക്തമായ മഴയുണ്ടായിട്ടും നമ്മുടെ ഡാമുകളിലെ ജലനിരപ്പിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്ന മറ്റൊരു വസ്തുതയുണ്ട്. ഒരുപക്ഷേ ഈ കണക്ക് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയേക്കാം. കാരണം ഇത്ര ശക്തമായ മഴയുണ്ടായിട്ടും നമ്മുടെ ഡാമുകൾ എന്തുകൊണ്ട് നിറയുന്നില്ല എന്ന ചോദ്യം. ശരിയാണ്, ഡാമുകളിൽ മാറ്റമുണ്ടായിട്ടില്ല. അപൂർവം ചില ഡാമുകളിൽ മാത്രമാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്, അതായത് ജലനിരപ്പ് ഉയരുന്നത്. പക്ഷേ ഈ ഡാമുകളൊന്നും നമ്മുടെ വലിയ ഡാമുകളല്ല, ചെറു ഡാമുകളാണ്, പെട്ടെന്ന് നിറയുന്ന ഡാമുകളാണ്. പക്ഷേ അതിനപ്പുറം നമ്മുടെ പ്രധാനപ്പെട്ട വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഡാമുകളിലൊന്നും ജലനിരപ്പിൽ കാര്യമായ മാറ്റം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലുണ്ടായ വൈദ്യുതി നിയന്ത്രണത്തിൻ്റെ കാരണമായി പറഞ്ഞത് നമുക്ക് മഴക്കുറവുണ്ടാവുന്നു, അതുകൊണ്ട് ഈ ഡാമുകളിലെ ജലനിരപ്പിൽ വലിയ കുറവ് വന്നു എന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ മൂലം ഈ ഡാമുകളൊക്കെ നിറഞ്ഞിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷേ സംഭവം മറ്റൊന്നാണ്. ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന കണക്ക് പ്രകാരവും കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഡാമുകളിൽ ജലനിരപ്പിൽ കാര്യമായ മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. നമുക്ക് ആ കണക്കൊന്ന് പരിശോധിക്കാം. അതിലേക്ക് വരുമ്പോൾ ഇതാ നോക്കുക, ഇതിലേറ്റവും പ്രധാനമായി നമുക്ക് അണക്കെട്ടുകൾ തിരിക്കുമ്പോൾ കക്കി അണക്കെട്ട് 41% മാത്രമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. നിലവിലെ സംഭരണ ശതമാനം 41%, പകുതി പോലും എത്തിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഒരു ഷട്ടറും തുറക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല. പമ്പ അണക്കെട്ടിലേക്ക് വരുമ്പോൾ, പമ്പ ഡാമിലേക്ക് വരുമ്പോൾ അവിടുത്തെ കണക്ക് നോക്കൂ, 29.15% മാത്രമാണ് അവിടെ ജലനിരപ്പ് ഇപ്പോഴുള്ള സംഭരണ ശേഷിയുള്ളത്. ഒരിക്കലും ഷട്ടർ തുറക്കേണ്ട സാഹചര്യമില്ല. ഇടുക്കി, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ അണക്കെട്ടാണ് ഇടുക്കി അണക്കെട്ടിൻ്റെ അവസ്ഥ നോക്കൂ, വെറും 36.13% മാത്രമാണ് സംഭരണശേഷിയുടെ വെള്ളമുള്ളത്. അതായത് ഇത്ര വലിയ മഴ പെയ്തിട്ടും ആ ഡാമുകളിലൊന്നും വെള്ളം നിറഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. അതായത് ഇടുക്കി, നമുക്ക് പ്രധാനമായും വൈദ്യുതി കണ്ടെത്തേണ്ട, നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയുടെ മുഖ്യ ശതമാനവും ഉൽപ്പാദനം നടത്തുന്ന ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പാണ് 36, സംഭരണശേഷിയുടെ 36.13 മാത്രമാണ് അവിടെ ഉള്ളത് എന്ന സാഹചര്യം. മാട്ടുപ്പെട്ടി ഡാമിലേക്ക് പോകുമ്പോൾ മാട്ടുപ്പെടിയിൽ നിലവിലുള്ള സംഭരണ ശതമാനം 3.27% മാത്രമാണ് എന്ന സാഹചര്യമാണ്. നോക്കുക എത്ര ദുർബലമാണ് ജലനിരപ്പ് എന്നത്. ആനയിറങ്കൽ ഡാമിലേക്ക് വരുമ്പോൾ 24% അവിടുത്തെ നിലവിലുള്ള സംഭരണ ശതമാനം എന്നത് ഓർക്കുക. അതേസമയം പൊന്മുടി 53% വെള്ളമുണ്ട്. കുണ്ടൽ ഡാമിൽ 29% വെള്ളം മാത്രം. ഇരട്ടയാറിൽ 20%, ഇടമലയാറിൽ 44% വെള്ളം, ഷോളയാറിൽ 43%, ബാണാസുര, വയനാട്ടിലെ ബാണാസുര സാഗറിൽ 46%. ഇതാണ് നമ്മുടെ വെള്ളത്തിൻ്റെ നിലവിലുള്ള സംഭരണശേഷിയുടെ ശതമാനം. അതായത് പകുതിക്ക് മുകളിൽ വെള്ളമുള്ളത് ഈ പൊന്മുടി ഡാമിൽ മാത്രമാണ് എന്നതാണ് സാഹചര്യം. ബാക്കി പലതും എത്രയോ താഴെയാണ് എന്നതാണ്. അപ്പോൾ ഈ മഴ കൊണ്ടൊന്നും നമ്മുടെ ഡാമുകൾ നിറഞ്ഞിട്ടില്ല എന്ന വസ്തുത കൂടി പ്രേക്ഷകർ അറിയുക. ഇനിയും മഴ പെയ്യണം. നമ്മുടെ മഴക്കണക്ക് ഇത്തരം വെള്ളക്കെട്ട് അനുഭവപ്പെടുമ്പോഴും എന്തുകൊണ്ട് ഡാമുകൾ നിറഞ്ഞില്ല എന്ന ചോദ്യത്തിന് ഉത്തരം, ഈ ഡാമുകളുടെ വൃഷ്ടി പ്രദേശത്ത് ഒരു പക്ഷേ ആ വെള്ളത്തിന് മഴ അനുഭവപ്പെട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ വെള്ളമുണ്ടായിട്ടില്ല. അതല്ലെങ്കിൽ അതിലും താഴെയുള്ള ജലനിരപ്പായിരുന്നു മുമ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മഴക്കുറവ് പൊതുവിൽ ബാധിച്ചിരിക്കുന്നു. ഒരു ഭാഗത്ത് വലിയ വെള്ളക്കെട്ടും ദുരിതങ്ങളും ഉണ്ടാകുമ്പോഴും അത് അണക്കെട്ടുകളിലെ ജലനിരപ്പിനെ ബാധിച്ചിട്ടില്ല എന്നതാണ് സാഹചര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുമ്പ് 2018 ഡാമുകൾ പെട്ടെന്ന് തുറന്നപ്പോൾ വെള്ളം പൊങ്ങി എന്നൊരാക്ഷേപം കേട്ടതാണ്. പക്ഷേ ഇവിടെ ഡാമുകളൊന്നും തുറക്കേണ്ടി പോലും വന്നിട്ടില്ല, കാരണം ഡാമിൽ വെള്ളമില്ല എന്നതാണ് വസ്തുത. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.